ഹലോ ഗായ്സ്, അപ്പം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഷിപ്പ് പുറത്തുനിന്ന് കണ്ട് ഇനി നമുക്ക് ഷിപ്പിൻ്റെ ഉള്ളോട്ടൊന്ന് പോയേക്കാം. ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മുടെ ഷിപ്പിൻ്റെ ഡെക്ക് ഇൻഫോർമേഷൻ. നാവിഗേഷൻ ഡെക്ക് HGFEDCBA, അപ്പർ ഡെക്ക്, ഫസ്റ്റ് ഡെക്ക്, സെക്കൻഡ് ഡെക്ക്. ഇതാണ് നമ്മുടെ ഷിപ്പിൻ്റെ ഉള്ളിലുള്ള ഡെക്കുകൾ. അപ്പം ബേസിക്കലി നമ്മുടെ ഈ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അക്കോമഡേഷൻ്റെ ഒരു സീരീസ് ആയിരിക്കും. ഞാൻ ഒരു സീരീസ് ആയിട്ടായിരിക്കും അത് ചെയ്യുക. നമ്മുടെ ഷിപ്പിൻ്റെ ഉള്ളിൽ നമ്മുടെ നോർമലി നമ്മൾ സ്റ്റേ ചെയ്യുന്ന, നമ്മൾ ലീവ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഒരു ടൂറായിരിക്കും നമ്മുടെ ആദ്യത്തെ സീരീസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ ഡെക്കിലേക്ക് കൊണ്ടുവന്നതാണ്. നമ്മളെ ആങ്കറും റോപ്സും മെഷീനറീസൊക്കെ കാണിച്ചു തരാൻ വേണ്ടി നമുക്ക് അടുത്ത സീരീസ് ഡെക്കിലായിരിക്കും. നമുക്ക് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് സീ ഡെക്കിലോട്ടാണ്. അപ്പോൾ സീ ഡെക്കിൽ നമുക്ക് എന്തൊക്കെ ഉള്ളത് നോക്കാം. ജിംനേഷ്യം, ബാർബിക്യൂ ഏരിയ, ഓഫീസേഴ്സ് ഡേ റൂം, സ്ലോപ്ചേഴ്സ്, ലൈബ്രറി, ക്രൂ ഡേ റൂം, സിനിമ. നമുക്ക് അവിടേക്ക് പോയേക്കാം. നമ്മൾ എലവേറ്ററിൻ്റെ ഉള്ളിലാണ്. സീ ഡെക്കിലേക്ക് പോകാം. നമ്മുടെ എലവേറ്ററിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ TV ആണ്. അപ്പം ഷിപ്പിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ക്യാപ്റ്റന് ഇതിലൂടെയാണ് ഇൻഫോം ചെയ്യുക. അപ്പം സേഫ്റ്റി മീറ്റിംഗ് ഉണ്ട് നാളെ. അത് കഴിഞ്ഞ് ഇന്ന് 1 മണിക്കൂർ ക്ലോക്ക് റിട്ടാർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സീ ഡെക്കിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ എലവേറ്റർ. ടെലിഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു എലവേറ്റർ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം ഇതാണ് നമ്മുടെ വ്യൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫയർ എക്സ്റ്റിങ്വിഷറും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഒരു മാനുവൽ കോൾ പോയിന്റ് കാണാം. എന്തെങ്കിലും എമർജൻസി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഷിപ്പ് മൊത്തം അലാറം അടിയും. പിന്നെ അങ്ങനെ നമ്മൾ പോകുന്നതനുസരിച്ച് നമുക്ക് ലൈഫ് ജാക്കറ്റിൻ്റെ ഒരു ഡോണിങ് ഇൻസ്ട്രക്ഷൻ്റെ ഒരു ഫ്രെയിം കാണാം. ഇതാണ് നമ്മുടെ ആലിവേ. 2 സൈഡിലോട്ടായിട്ട് നമുക്ക് ആലിവേ കാണാം. അങ്ങനെ ഈ ആലിവയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് സൈഡിലൊക്കെ ആയിട്ട് ഓരോ ഡോറ് കാണാം. ഇതൊക്കെയാണ് ഓരോ റൂമിലേക്കുള്ള ഡോറുകൾ. നമുക്കിവിടെ ഒരു വാട്ടർ ഫൗണ്ടെയിൻ കാണാം. നമ്മുടെ ഡ്രിങ്കിങ് വാട്ടറാണ്. നമ്മൾ ഈ വെള്ളമാണ് ഷിപ്പിൽ നോർമലി ഡ്രിങ്ക് ചെയ്യാറ്. മിനറൽ വാട്ടർ വേണ്ടിയവർക്ക് പൈസ കൊടുത്ത് വാങ്ങാം. അതല്ലാണ്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന വാട്ടറാണിത്. അപ്പോൾ നമുക്ക് നമ്മുടെ സോളിഡ് ജിമ്മ് തന്നെ തുടങ്ങാം. ഇവിടെ പുറത്തൊരു BMI ചാർട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ജിമ്മ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ലൈറ്റൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയതുണ്ടെങ്കിൽ ഫുള്ള് സെൻസറാണ്. നമുക്ക് സ്വിച്ച് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മൾ ലൈറ്റിൻ്റെ സെൻസർ. നമ്മൾ ആരെങ്കിലും റൂമിലേക്ക് കയറിയാൽ ലൈറ്റ് ഓട്ടോമാറ്റിക് ഓൺ ആവും. അതുപോലെ തന്നെ പോയി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് ഓട്ടോമാറ്റിക് ഓഫ് ആവും. എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജിമ്മ്. ഒരുവിധം എല്ലാ എക്യുപ്മെൻസും ഉള്ളൊരു കുഴപ്പമില്ലാത്തൊരു ജിമ്മാണ്. മൊത്തത്തിലുള്ളൊരു വ്യൂ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഓൺ ബോർഡുള്ള ജിമ്മ്. നമുക്കിവിടെ ഒരുവിധം എല്ലാ എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു TV ഉണ്ട്. നമുക്ക് മെഷീൻസൊക്കെ യൂസ് ചെയ്യുമ്പം ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി TV ഉണ്ട്. കുഴപ്പമില്ലാത്ത ഫിലിപ്സിൻ്റെ ഒരു സൗണ്ട് ബാറും ബൂഫർ സെറ്റും ഉണ്ട്. അപ്പം ബേസിക്കലി ദാറ്റ്സ് ഇറ്റ്. ഞാൻ ഓരോ എക്യുപ്മെൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. നമ്മളൊരു ഷിപ്പ് ടൂറാണത്. അപ്പം ആ രീതിയിലായിരിക്കും നമ്മൾ വീഡിയോ. വലിയതെല്ലാ എക്യുപ്മെൻസും നമ്മളെ ജിമ്മിലുണ്ട്. ഇതാണ് നമ്മുടെ ജിമ്മ്. നമുക്ക് ജിമ്മിൽ ഒരു ക്ലോക്ക് ഉണ്ട്. പിന്നെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് വർക്കൗട്ട് ടിപ്സും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെയും ഒന്നുണ്ട്. നമുക്ക് ഓരോ എക്യുപ്മെൻസും എങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു ബേസിക്കായിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ജിമ്മിലൊന്നും ഓവർ പോയി ശീലമില്ലാത്തവർക്ക് ഒരു ബിഗിനർ ഗൈഡ് പോലെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മിറർ കാണാം. ഇവിടെ ഒരു ടെലിഫോൺ ഉണ്ട്. കോണ്ടാക്ട് നമ്പേഴ്സ് ഉണ്ട്.
പിന്നെ ഓരോരുത്തരെ ഹോട്ടൽ പ്ലാൻ എന്ന് പറയും ഇതിന്. ഓരോരുത്തരുടെ റൂമും അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ. ഇത് ഒരുവിധം നമുക്ക് എല്ലാ റൂമിലും നമുക്കിത് കാണാൻ പറ്റും. ഈ മസ്റ്റർ ലിസ്റ്റും ടെലിഫോണും കോണ്ടാക്ട് ലിസ്റ്റും ഒക്കെ. ഇവിടെ ഒരു എക്സ്റ്റൻഷൻ അലാം പാനൽ ഉണ്ട്. അതായത് വല്ല എൻജിനൊക്കെ വല്ല അലാം വരുമ്പം നമുക്കിവിടെ കാണാൻ പറ്റും എന്ത് അലാമാണ് എന്നൊക്കെ. അതുപോലെ എൻജിനീയേഴ്സും ജിമ്മിൽ വരാമല്ലോ. അപ്പോൾ എൻജിനീയറുടെ ഡ്യൂട്ടിയാണ് അലാം പോയി നോക്കലും അക്നോളജ് ചെയ്യലും അത് ചെക്ക് ചെയ്യലൊക്കെ. അപ്പോൾ ഒരുപാടാണെന്നുണ്ടെങ്കിലും അവർക്ക് അലാം ഈ എക്സ്റ്റൻഷൻ പാനലിലൂടെ വരുന്നതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഷിപ്പിലെ ഒരു കൊച്ചു ജിമ്മല്ല, കുഴപ്പമില്ലാത്തൊരു ജിമ്മ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ മാക്സിമം ലെങ്തി ആക്കാണ്ട് വെക്കാൻ ശ്രമിക്കാം. പക്ഷേ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ അലിവേയിലൂടെ പോയാൽ അത് നമ്മുടെ അലിവേൻ്റെ ഒരു വ്യൂ കേട്ടോ. അങ്ങനെ അടുത്തത് നമുക്ക് നമ്മുടെ ഓഫീസേഴ്സ് ഡേ റൂമിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഓഫീസേഴ്സ് ഡേ റൂം. ഇവിടെ ആഫ്റ്റർ യൂസിങ് ക്ലീൻ അപ്പ് യുവർ മെസ്. ഇപ്പോൾ ഇവിടെ ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പേര് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ശരിയാണ്, ഇവിടെ ക്ലീൻ ചെയ്യാനും ഒക്കെ ആൾക്കാരുണ്ട്. പക്ഷേ നമ്മുടെ മെസ്സ് നമ്മൾ തന്നെ ക്ലീൻ ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. ബാക്കിയുള്ളവരെ ക്ലീൻ ചെയ്യുന്ന വിചാരിച്ചിട്ട് നമ്മളെവിടെയും മെസ്സി ആക്കി ഇടാണ്ട് മാക്സിമം സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം ഷിപ്പിൽ. അതുപോലത്തെ ഒരു ബേസിക് തിങ് ആണ്. പിന്നെ പ്ലീസ് ലീവ് യുവർ ഫുഡ് വെയർ ഔട്ട് സൈഡ്. ഓക്കെ, നമ്മുടെ മെസ്കിന്ന് തന്ന ഫുഡ് വെയർ തന്നെയാണ് നമ്മൾ ഔട്ട് സൈഡ് വെച്ച് നമ്മൾ ഉള്ളിലോട്ട് പോവാണ്. ഇതാണ് നമ്മുടെ ഓഫീസേഴ്സ് ഡേ റൂം. അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, നമുക്ക് പരിചയപ്പെടാം. സെയിം ഇവിടെയും നമുക്കൊരു മസ്റ്റർ ലിസ്റ്റും എക്സ്റ്റൻഷൻ പാനലും ടെലിഫോണും കാര്യങ്ങളൊക്കെ കാണാം. ഒരു സോഫ ഉണ്ട്, കേടന്നൊരു TV ഉണ്ട്, പിന്നെ ഒരു ചെറിയൊരു റൗണ്ട് ടേബിൾ ഉണ്ട്. കുറച്ച് ഫ്രെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല നൈസായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചൊരു ബ്യൂട്ടിഫുൾ റൂമാണിത്. അപ്പം ഇതാണ് നമ്മുടെ ഓഫീസേഴ്സ് ഡേ റൂം. അപ്പം ആദ്യം നമ്മളൊരു മസാജ് ചെയറാണ്. ഒരു കിടിലൻ സംഭവമാണ് നമ്മുടെ ഷിപ്പത്തെ. അപ്പം വർക്കൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് അടിപൊളി സാധനമാണ്. അപ്പം നമുക്കൊന്ന് ഒരു മസാജ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ചെയർമ ജസ്റ്റ് കയറി, ഞാൻ ജസ്റ്റ് ഇതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ചെയർമ കയറി ഇരിക്കാം, പവർ ബട്ടൺ വെക്കാം. പവർ ഓൺ ആവുന്നില്ല, അപ്പം സ്വിച്ച് ഇടാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പം പോയിട്ട് ആദ്യം സ്വിച്ച് ഇടാം. ഓക്കെ പവർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാജർ ഓണായിട്ടുണ്ട്. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ ബോഡി സ്കാനിങ് ആണ്. അപ്പം നമ്മളെ ലെഗും ഷോൾഡറും ആംസും എല്ലാം കംപ്ലീറ്റ്ലി സ്കാൻ ചെയ്തിട്ട് നമ്മളെ ബോഡീൻ്റെ ഒരു ഷേപ്പിൽ ഈ മസാജ് ചെയർ മാറുന്നതാണ്. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. അപ്പം നമ്മളെ ബോഡി കംപ്ലീറ്റ് സ്കാൻ ചെയ്യാണ്. അതൊന്ന് കൈയൊക്കെ ഒന്ന് ഇവിടെ വെച്ച് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ കൈ വെച്ച് കഴിഞ്ഞാൽ സ്കാൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഈ സാധനമൊക്കെ പ്രസ്സാവും. അപ്പോൾ നമ്മുടെ ബോഡി സ്കാനിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കൈയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെക്കണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു തരാമെന്നുള്ളൂ. ബോഡി സ്കാനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മെനു പോയിട്ട് നമുക്ക് എന്ത് മോഡാണ് വേണ്ടി സെറ്റ് ചെയ്യാം. ഓട്ടോ മോഡ്, റോളർ, അഡ്ജസ്റ്റ്മെൻറ്റ്, ഹീറ്റ്, എത്ര ഹീറ്റ് വേണം എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ടിയ പോലെ ചെയ്യാം. ഓട്ടോ മോഡിലാവുമ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓട്ടോ കോൺഫിഗർ ചെയ്തിട്ടുള്ള കുറച്ച് മോഡുകളുണ്ട്. റിലാക്സിങ്, സ്പോർട്സ് കെയർ, ജെൻറിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേണമെങ്കിൽ അത് നമുക്ക് ചൂസ് ചെയ്യാം. ഇനി അതെല്ലാം മാനുവൽ മോഡാണെന്നുണ്ടെങ്കിൽ എന്ത് മോഡ് ഓഫ് മസാജാണ് വേണ്ടത്, നീഡിങ്, ക്ലാപ്പിങ്, നോക്കിങ്, ടാപ്പിങ്, ഷിയാഡ്സു, ഗുവാഷ, അങ്ങനെ എല്ലാ മോഡും അവൈലബിൾ ആണ്. പിന്നെ പൊസിഷൻ എവിടെയാണ് മസാജ് വേണ്ടത്, ടോട്ടൽ മസാജ്, വേസ്റ്റ് ബാക്ക്, ഷോൾഡർ ബാക്ക്. ഞാനിങ്ങനെ ഷേക്ക് ചെയ്യണത് ഇവിടെ ബാക്കിൽ മസാജ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ സ്പീഡും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതാണ് നമ്മുടെ മസാജ് പരിപാടി. പിന്നെ നമുക്ക് ഇതിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിത് ഒരു ബെഡ് പോലെ ആക്കാം, ചെയർ പോലെ ആക്കാം. പിന്നെ ഹീറ്റ് സെറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ചുരുക്കം പറഞ്ഞ ഒരു കിഡിലെ മസാജറാണ്.
വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു മസാജ് ചെയ്ത് കഴിഞ്ഞാൽ കിടിലം പോലെ പോയി കിടന്നുറങ്ങാം. പക്ഷേ ഈ മസാജ് ചെയ്യുന്നൊരു പ്രശ്നമുണ്ട്. ഞാൻ എപ്പോഴൊക്കെ ഇതിൽ വന്ന് മസാജ് ചെയ്തത്, ഞാൻ നോർമലി രാത്രിത്തെ വാച്ച് കഴിഞ്ഞ് വന്നിട്ടാണ് ഈ മസാജ് ചെയറിൽ ഇരിക്കാറ്. പക്ഷേ എന്നൊക്കെയാണ് മസാജ് ചെയ്തിരിക്കണോ അന്നൊക്കെ ഞാൻ ഇതിലിരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട്. എന്നിട്ട് പുലർച്ചെ 3 മണിക്ക് 4 മണിക്കൊക്കെ നെട്ടി എണീക്കുമ്പോൾ ഞാൻ ഈ ചെയറുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ രാത്രി മസാജ് ചെയ്യണ പരിപാടി നിർത്തി. കാരണം ഉറക്ക് ശരിയാവുന്നില്ല. അങ്ങനെ നമുക്ക് അടുത്ത സംഗതി പരിചയപ്പെടാം. നമ്മുടെ പ്ലേ സ്റ്റേഷൻ. ഇത് എല്ലാ ഷിപ്പിലും ഉണ്ടാവുന്ന ഒരു പരിപാടിയാണ്. പ്ലേ സ്റ്റേഷൻ ഇല്ലാണ്ട് ഷിപ്പില്ല. അപ്പം നമുക്കിവിടെ ഉള്ളത് PS4 ആണ്. നമുക്ക് വയർലെസ് ആയിട്ടുള്ള 2 ജോയ്സ്റ്റിക്ക് ഉണ്ട്. പിന്നെ ഒരു കിടിലം ഫിലിപ്സിൻ്റെ സെയിം ജിമ്മിൽ കണ്ട അതേ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വലിയ TV ഉണ്ട്. പിന്നെ അതൊക്കെയാണ് നമ്മുടെ ഗെയിംസ്. NBA, Red Redemption, Last of Us, Darkseid, LFS, Mortal Kombat, Gran Turismo, Tekken, Mafia, WK 2020, Rider 2. അങ്ങനെ ഒരുവിധം എല്ലാ ഗെയിംസും ഇല്ല, ഒരുവിധം നമുക്ക് മൾട്ടിപ്ലെയർ ആയിട്ട് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റിയ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നാലും വന്ന് ഗെയിം കളിക്കാറില്ല. സ്പെഷ്യലി നമ്മളെ മോർട്ടൽ കോമ്പാറ്റ്, കാർ റേസിങ്, അതൊക്കെയാണ് ഇവിടെ നോർമലി കളിക്കാറും ടൂർണമെൻറ്റ് സെറ്റ് ചെയ്യാറൊക്കെ അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഈ മോർട്ടൽ കോമ്പാറ്റൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഫൈറ്റ് ആയതുകൊണ്ട് സെറ്റാണ്. പിന്നെ നമുക്ക് കാർ റേസിങ് കളിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റിയറിങ്ങും ആക്സിലേറ്ററും ഒക്കെ ഒരു കൺസോളുണ്ട്. പാഡൽ ഷിഫ്റ്റൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് ചവിട്ടി വിടാം നമുക്ക് കാറ്. ആക്സിലേറ്ററും ബ്രേക്കും ഒരു സ്റ്റിയറിംഗ് ഒക്കെ ആയിട്ടുള്ള നമ്മളെ പ്ലേ സ്റ്റേഷൻ്റെ ഒരു കൺട്രോളർ ഉണ്ട്, സ്റ്റിയറിംഗ് കൺട്രോളർ. അതാണ് നമ്മളെ പ്ലേ സ്റ്റേഷൻ. പിന്നെ ഇവിടെ ഉള്ളത് കാണാൻ നൈസായിട്ട് സെറ്റ് ചെയ്ത ഇരിക്കാനുള്ള സോഫയും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ നമുക്ക് ക്യാരം ബോർഡ് ഉണ്ട്. പിന്നെ ഫോസ് ബോൾ ഉണ്ടായിരുന്നു ഇവിടെ, കാണുന്നില്ല ഇപ്പോൾ. അപ്പം ബേസിക്കലി ഇതാണ് നമ്മുടെ ഓഫീസേഴ്സ് റൂം. പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. ഉള്ളോട്ട് ഞാൻ കൊണ്ടുപോകില്ല ഞങ്ങളെ. സാധാ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള അതേപോലെ തന്നെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഇത് നമ്മളെ സ്ലോപ്പ് ചെസ്റ്റാണ്. ഇത് ഇവിടെ കാണാം CCTV ഓപ്പറേഷൻ. ഇവിടെ നമ്മളൊരു സ്റ്റോറാണ്. അതായത് നമുക്ക് സാധനങ്ങളൊക്കെ അതായത് ഇവിടെ കാണാം. ഇപ്പോൾ ഓഫറിലുള്ളത് പ്രിങ്കിൾസ് $2.7 $1.7 ഓഫറുണ്ട്. അപ്പം പിന്നെ പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ട്. സാൾട്ടഡ് പീനട്ട്സ്, ബോയ് പാർട്ടി സ്നാക്സ്, കോക്കനട്ട് ജ്യൂസൊക്കെ വന്നിട്ടുണ്ട്. നമ്മളൊരു ഷോപ്പാണ്. ഇത് തുറക്കാം, നമുക്ക് വേണ്ടി സാധനങ്ങൾ എടുക്കാം. എന്നാൽ അവിടെ ഒരു ഫയലുണ്ട് നമ്മുടെ പേരിൽ, അതിൽ മാർക്ക് ചെയ്തിട്ടാൽ മതി. നമ്മുടെ സാലറിയിൽ നിന്ന് അമൗണ്ട് കട്ടാവും. ഞാൻ തുറന്ന് കാണിക്കില്ല. CCTV ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ക്യാപ്റ്റൻ ഞാൻ ഫോണായിട്ട് പോകാണ്ട് കഴിഞ്ഞിട്ട് ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ളൊരിത് വരുത്തണ്ട. അപ്പം സെയിം നമ്മുടെ ലൈറ്റൊക്കെ ഓൺ ആയിട്ടുണ്ട്. ഇവിടെയും ലീവ് യുവർ ഫുട്വെയർ ഔട്ട്സൈഡ്. ഓക്കെ, അങ്ങനെ ഫുട്വെയർ അയച്ച് ഇവിടെ ചെറിയൊരു ലൈബ്രറി കാണാം. ലൈബ്രറിൻ്റെ ഇടയിൽ നമുക്കൊരു ഡാർട്ട് കാണാം. നമുക്ക് ജസ്റ്റ് ഒന്ന് എറിഞ്ഞു നോക്കാം. കുഴപ്പമില്ല. അങ്ങനെ ഇതാണ് നമ്മുടെ ഇതെന്ത് റൂമിൽ ഞാൻ പേര് മറന്നുപോയി. ലൈബ്രറി അല്ലെങ്കിൽ IT കഫേ. നമുക്കിവിടെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിടാൻ ഡോറ് ഓപ്പൺ ചെയ്യുന്നു. അതാണ് നമ്മുടെ ലൈബ്രറിൻ്റെ IT കഫേ. IT കഫേ എന്ന് പറയാൻ കാരണം നമുക്ക് കാണാം. ഓക്കെ, ഇവിടെ ആയിരുന്നു പോസ്റ്റ് ബോർഡ്, ഞാൻ മറന്നുപോയി.
ഇവിടെ ഉണ്ട് സാധനം. ഓക്കെ, പിന്നെ ഇതുകൊണ്ടാണ് നമ്മളെ IT കഫേ. ഇവിടെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വല്ല കോഴ്സോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് കോഴ്സും കാര്യങ്ങളും പിന്നെ എന്തെങ്കിലും ബ്രൗസ് ചെയ്യാനോ പിന്നെ എന്തെങ്കിലുമൊക്കെ കമ്പ്യൂട്ടർ ബേസിക്കലി കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ബോർഡ് കാണാം, നമ്മൾ ഹോഴ്സ് റേസിങ് കളിക്കുന്ന ബോർഡാണ്. ഹോഴ്സ് റേസിങ് ഇങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഞാൻ ഹോഴ്സ് റേസിങ് കളിക്കുമ്പോഴുള്ള വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ IT കഫേ. പക്ഷെ നമ്മൾ IT കഫേയിലാണ് നമ്മളെ ടേബിൾ ടെന്നീസിൻ്റെ കോർട്ടുള്ളത്. അപ്പം അതാണ് നമ്മുടെ ഹൈലൈറ്റ് ഈ റൂമിൻ്റെ. ഇതാണ് നമ്മുടെ ടേബിൾ ടെന്നീസിൻ്റെ കോർട്ട്. അപ്പം എല്ലാ ദിവസവും എല്ലാവരും ഡിന്നർ കഴിഞ്ഞ് വന്നിട്ട്, എല്ലാവരും അല്ല, നമ്മൾ കുറച്ച് പേരുണ്ട് കളിക്കുന്ന. അപ്പോൾ ഡിന്നർ കഴിഞ്ഞ് വന്നിട്ട്, ഇപ്പോഴത്തെ ഡിന്നർ പറഞ്ഞു കഴിഞ്ഞാൽ 5:30ക്കാണ്. 5:30ക്ക് ഡിന്നർ കഴിഞ്ഞ് വന്നിട്ട് നമ്മളെല്ലാവരും ഇവിടേക്ക് വരും കളിക്കുന്നവർ. എന്നിട്ട് അടിപൊളിയാണ്. എല്ലാവരും ടേബിൾ ടെന്നീസ് കളിക്കും. ഒരു മണിക്കൂർ 1.5 മണിക്കൂർ എല്ലാവരും ഇവിടെ ലൈവായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ IT കഫേ ഓർ ലൈബ്രറി. നമ്മുടെ ബാറ്റും ബോളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പം അതാണ് സംഭവം. പിന്നെ ഞാൻ കാണിച്ചതിനെ വിട്ടുപോയൊരു സാധനമുണ്ട്. അപ്പോൾ നമുക്കൊരു ടെമ്പറേച്ചർ കൺട്രോൾ ഉണ്ട് കേട്ടോ. നമുക്ക് ഏത് ടെമ്പറേച്ചറാണ് വേണ്ടി നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് എല്ലാ റൂമിലും ഉണ്ടാവും. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ക്യാബിനിലും ഉണ്ട്. അടുത്തത് ക്രൂസ് ഡേ റൂമാണ്. ഓഫീസർ ഡേ റൂമുണ്ട്, ഇനി ക്രൂസ് ഡേ റൂം കാണാം. അപ്പം ഒരു റൗണ്ട് ടേബിൾ ഉണ്ട്. ഇതാണ് നമ്മുടെ ക്രൂസ് ഡേ റൂം. നോർമലി ഉള്ള പോലെ കുറച്ച് സോഫാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈക്ക് ഹോൾഡർ ഉണ്ട്. ക്രൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മെയിൻ കരോക്കെ ആൻഡ് പാട്ട് പരിപാടിയാണ് ഇവരുടെ മെയിൻ പരിപാടി. അപ്പോൾ സ്പീക്കറുണ്ട്, പിന്നെ മറ്റേ പാട്ട് കരോക്കെ അങ്ങനത്തെ സംഭവത്തിനുള്ള എല്ലാ സെറ്റപ്പും മൈക്ക് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ ഒരു വലിയ TV ഉണ്ട്. ഇതാണ് നമ്മുടെ ക്രൂ ഡേ റൂം. അവിടെ നോർമലി ബാർബിക്യൂ നൈറ്റിൻ്റെ അന്ന് ബാർബിക്യൂ പാർട്ടി കഴിഞ്ഞതിന് ശേഷം ക്രൂവും ഓഫീസേഴ്സും എല്ലാവരും ഇവിടെ വരും. മെയിൻലി ക്രൂ ആണ് വരുത്തുക. അവരാണ് ഈ പാട്ടും അതിൻ്റെ ആൾക്കാർ. അവരെല്ലാവരും കൂടി ഇവിടെ ഇരുന്നിട്ട് മൈക്ക് സെറ്റൊക്കെ വെച്ച് ഫുൾ പാട്ടും പരിപാടിയായിരിക്കും. അപ്പോൾ നമ്മളെ ഷിപ്പ് ടൂർ സീരീസിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആയി. അന്നത്തെ വീഡിയോയിൽ നമ്മൾ അവസാനമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നമ്മളെ സിനിമ അല്ലെങ്കിൽ മീറ്റിംഗ് റൂം. അതായത് ബേസിക്കലി നമ്മുടെ തിയേറ്റർ. അപ്പം ഇതാണ് നമ്മുടെ തിയേറ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ ഷിപ്പിലൊരു കൊച്ചു തിയേറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സീറ്റും കപ്പ് ഹോൾഡറും ഒക്കെ ഉള്ളൊരു അത്യാവശ്യം നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. പിന്നെ പ്രൊജക്ടർ, ഇതാണ് നമ്മുടെ പ്രൊജക്ടർ ഉണ്ട്. നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാനുള്ളൊരു വൈറ്റ് സ്ക്രീനും ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ തിയേറ്റർ. പിന്നെ നമുക്ക് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ലാപ്ടോപ്പ് ഉണ്ട്. അപ്പം നമുക്ക് പെൻഡ്രൈവിൽ ഫിലിം കോപ്പി ചെയ്തിട്ട് ഇതിൽ കുത്തിയിട്ട് അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണാം. പിന്നെ CD ആണെന്നുണ്ടെങ്കിൽ ഒരു DVD പ്ലെയർ ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ചുകൂടി കിട്ടില്ല സ്പീക്കറാണ്. സോണീൻ്റെ ഊഫർ സെറ്റും നമുക്ക് 4 മൂലയിലും സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിട്ടില്ല ഓഡിയോ സിസ്റ്റമാണ്. അപ്പം അതാണ് നമ്മുടെ കൊച്ചു തിയേറ്റർ. അപ്പോൾ നമ്മുടെ ഷിപ്പ് ടൂർ സീരീസിൻ്റെ ആദ്യത്തെ വീഡിയോ ആണത്, പാർട്ട് 1. അപ്പം പാർട്ട് 2ഉം 3ഉം 4ഉം ഒക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ എനിക്കൊരു ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം, ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും എല്ലാ ബട്ടണിലും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ്, എഡി ദ സൈലർ മാൻ.